ചവറയിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും സ്വീകരണം സമാപിച്ചു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനും റോഡ് ഷോയ്ക്കുമായിരുന്നു ചൊവ്വാഴ്ച സ്ഥാനാർത്ഥികൾ പ്രാധാന്യം നൽകിയത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. സ്വീകരണ പരിപാടികൾ പൂർത്തീകരിച്ച് ചവറയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള പരിശ്രമത്തിലാണ്. ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന്റെ സ്വീകരണ പര്യടനം കഴിഞ്ഞ ദിവസം സമാപിച്ചു. സമാപന ദിവസത്തെ സ്വീകരണ പരിപാടികൾ മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം മണക്കാട്ട് നജീമുദ്ദീനാണ് നിർവഹിച്ചത്. അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. അവസാന ദിനം പന്മന പഞ്ചായത്തിലായിരുന്നു പര്യടനം. കന്നിട്ടക്കടവിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രി വൈകി പുത്തൻചന്തയിൽ സമാപിച്ചു. കോലത്ത് വേണുഗോപാൽ, ജസ്റ്റിൻ ജോൺ, താജു പോരൂക്കര, CP സുധീഷ് കുമാർ, സന്തോഷ് തുപ്പാശ്ശേരി, R ജയകുമാർ, നിശാന്ത് പുന്മന തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെ കാത്തുനിന്നത്. സ്വീകരണ പര്യടനത്തിലെ ജനക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് UDF സ്ഥാനാർത്ഥിക്കുള്ളത്. ചവറയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ സ്വീകരണ പരിപാടികളും സമാപിച്ചു. കുട്ടുകാട്ടിലായിരുന്നു സ്വീകരണ പരിപാടികളുടെ സമാപനം. ചവറ ഈസ്റ്റ് മേഖലയിലായിരുന്നു അവസാന ദിവസത്തെ സ്വീകരണം. മുകുന്ദപുരം മാടൻനടയിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. ഖണ്ടാകണ്ണൻകാവ്, പേക്കാത്തറ, ക്രസന്റ് ജംഗ്ഷൻ, ഇലഞ്ഞിക്കുളം, കോട്ടയ്ക്കകം ഉന്നതി, കുളത്തൂർമുക്ക്, വൈങ്ങേലിമുക്ക്, പുതിയകാവ്, പഴഞ്ഞിക്കാവ്, TVT ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വട്ടയ്യത്ത് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചവറ വെസ്റ്റ് മേഖലയിലെ സ്വീകരണം കോവിൽത്തോട്ടത്ത് നിന്നും ആരംഭിച്ചു. കാവുനട, തട്ടാശ്ശേരി, പുത്തൻകോവിൽ, വയൽക്കടവ്, കരിത്തുറ, ചവറ ബസ് സ്റ്റാൻഡ്, തണ്ടളത്തുമുക്ക് തുടങ്ങിയ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കുട്ടുകാട്ടിൽ സമാപിച്ചു. നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണങ്ങൾ നടന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തി. വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിക്കുള്ളത്. NDA സ്ഥാനാർത്ഥി KR രാജേഷിന്റെയും സ്വീകരണ പരിപാടികൾ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിലെ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് NDA സ്ഥാനാർത്ഥിക്കുള്ളത്. കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ടെത്തി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൽ NDA നിയമസഭയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് മിക്കയിടത്തും അദ്ദേഹം വോട്ട് തേടിയത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ചവറയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. സ്വീകരണ പരിപാടികൾ സമാപിച്ചതോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.